ഹായ്! ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയാണേ. ഇപ്പം നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് കമന്റ് ഇടാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്, വിളിക്കാറ് വരെ ഇണ്ട്ട്ടോ. എന്നെ വിളിക്കുന്നവരെയൊക്കെ ഞാൻ ഫോണെടുത്ത് സംസാരിക്കാറുണ്ട്. അപ്പൊ ആരാ വിളിക്കണേന്നൊന്നും അറിയാൻ പറ്റില്ല. വിളിച്ച് സംസാരിച്ച് കഴിയുമ്പോഴാണ് വീഡിയോ കണ്ടിട്ട് വിളിച്ചതാണെന്നൊക്കെ അവരോട് വളരെ സ്നേഹത്തോടെ തന്നെ സംസാരിക്കാറുണ്ട്. അവരും അങ്ങനെ തന്നെയാണ് ട്ടോ. അപ്പൊ ആ ഒരു സ്നേഹത്തിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ ഒരുപാട് പേര് ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിൽ മെസ്സഞ്ചറിൽ ഒത്തിരി മെസ്സേജും വരാറുണ്ടേ. അപ്പൊ കൂടുതലും കമന്റ്സ് ഈ എന്താ ചില വീഡിയോ നിങ്ങൾ ഒരുപാട് വീഡിയോസ് ആവശ്യപ്പെടുന്നുണ്ട്. കാരണം നമ്മൾ ഈ ടിപ്സും കാര്യങ്ങളും അതുപോലെ സ്റ്റിച്ചിങ്ങിന്റെ കുറച്ച് അറിവുകളൊക്കെ തരുന്ന വീഡിയോസ് ആയതുകൊണ്ടാവാം നിങ്ങൾ അങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ റിക്വസ്റ്റ് അല്ല അത് ആവശ്യമാണ്. കാരണം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണല്ലോ നമ്മൾ ഇങ്ങനെ എത്തിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ കമന്റ് ആയിട്ട് ഇട്ടോളൂ. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഉറപ്പായിട്ടും കുറച്ച് വൈകിയാണെങ്കിലും ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യും. ഒരു കമന്റ് കണ്ടായിരുന്നു. പ്രിൻസസ് കട്ട് ബ്ലൗസ് കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഇടുവോ? ഇത്ര റിക്വസ്റ്റ് ചെയ്തിട്ട് ഇട്ടില്ലല്ലോ എന്നും പറഞ്ഞിട്ട്. ഒരു കമന്റ് എനിക്ക് ശരിക്കും ഒരു ഫീലായി. വേറൊന്നുമല്ല, ചിലപ്പോൾ കുറേ നാളായിരിക്കും. കാരണം നമ്മളൊരു കമന്റ് അല്ല കുറേ കമന്റ് വരണ കാരണം നമ്മൾ കാണുന്ന കമന്റിനൊക്കെ അപ്പൊ തന്നെ റിപ്ലൈ കൊടുക്കാറുണ്ട് ട്ടോ. ചില കമന്റൊന്നും നമുക്ക് വിസിബിൾ ആയിരിക്കില്ല. അത് യൂട്യൂബിന്റെ എന്തോ ഒരു അപ്ഡേഷൻ ആയിരിക്കാം, എനിക്കറിയില്ല. കാണുന്ന കമന്റ്സിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. കറപ്ഷനൊക്കെ തിരുത്തി കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, ക്രോസ് കട്ട് ബ്ലൗസ് കട്ട് ചെയ്യുന്ന വീഡിയോ ഇടുവോ? അതുപോലെ അളവ് ബ്ലൗസ് വെച്ച് എങ്ങനെ ഒരു ബ്ലൗസ് കട്ടിങ് ചെയ്യാം അങ്ങനെയുള്ള വീഡിയോ ഇടുവോ? അങ്ങനെ പ്രിൻസസ് കട്ട് തയ്ക്കുന്ന വീഡിയോ ഇടുവോ? ചുരിദാറിന്റെ കട്ടിങ് വീഡിയോ ഇടുവോ? ഇങ്ങനെയൊക്കെ വീഡിയോ ചോദിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇതെല്ലാ വീഡിയോയും ഇടണമെന്ന് എനിക്ക് നിങ്ങളെക്കാൾ കൂടുതൽ ആഗ്രഹമുണ്ട്. പക്ഷേങ്കില് എൻ്റെ ഒരു സാഹചര്യം ഞാൻ പറഞ്ഞുതരാം. വീഡിയോ എടുക്കുന്നതിനേക്കാളും അപ്പുറം നമുക്ക് പുറത്തോട്ട് തയ്ച്ചു കൊടുക്കാനുള്ള ഓർഡറുകളുണ്ട്. കാരണം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ, എൻ്റെ ജോലി സ്റ്റിച്ചിങ് തന്നെയാണ്. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ഡ്രസ്സുകളെല്ലാം ഇവിടെ വാങ്ങി വെച്ചിട്ട് ഞാനത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാതിരുന്നാലുള്ള അവസ്ഥ എന്താ? അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ എടുക്കലുണ്ട്, ഇടലുണ്ട്. ഞാൻ ലോങ് വീഡിയോസ് ഇടാത്തതിൻ്റെ മെയിൻ കാരണം തന്നെ എനിക്ക് സമയമില്ലാത്തതുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. ഇപ്പോൾ ക്രിയേറ്റേഴ്സിനൊക്കെ അറിയാം, അല്ലെങ്കിൽ ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാർക്കറിയാം. ഒരു വീഡിയോ എടുക്കുന്നത് എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ്. നമ്മൾ പറയാം ഓരോ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുമ്പോൾ ആ ആംഗിളിലേക്ക് ക്യാമറ വെച്ചിട്ട് ഓരോന്ന് ഫോക്കസ് ചെയ്ത് കാണിക്കണം. അപ്പോൾ നമ്മൾ ഓരോ വട്ടം തയ്യൽ മെഷീനിൽ നിന്ന് എഴുന്നേറ്റ് പോയിട്ട് വേണം ക്യാമറ സെറ്റ് ചെയ്യാൻ. ഈ വീഡിയോ എഡിറ്റിംഗ് എന്നും പറഞ്ഞൊരു വലിയൊരു കാര്യമുണ്ട്. അത് നമ്മൾ സമയമെടുക്കുന്ന പരിപാടിയാണ്. അതിന് വോയിസ് ഓവറൊക്കെ കൊടുക്കലെന്ന് വെച്ചാൽ നല്ല സമയമെടുക്കുന്ന പരിപാടിയാണ്. ഇതൊന്നും നിങ്ങളുടെ കുഴപ്പമാണെന്നല്ല കേട്ടോ ഞാൻ പറയണത്, എൻ്റെ കുഴപ്പം തന്നെയാണ്. നിങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ വീഡിയോസും ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കുറച്ച് സമയം തരണം. നമുക്ക് സ്റ്റിച്ചിങ് നമ്മുടെ വർക്കും കൂടെ നോക്കണമല്ലോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു കേട്ടോ.